ആദ്യം ശ്രീ സുനിൽ കുമാർ, ഇപ്പോഴുണ്ടായ സിറ്റുവേഷൻ എങ്ങനെ സാധ്യമായതാണ് എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? നമസ്കാരം. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. Can you hear me? Yes, കേൾക്കുന്നു. ഹലോ. യെസ് സുനിൽ കുമാർ, ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇതൊരു വൻ വിജയമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. രണ്ട് തരത്തിലെ വിജയമുണ്ട്. സോ ഒന്ന് യുദ്ധത്തിന്റെ ശേഷമുള്ള വിജയവും യുദ്ധം നടക്കാതെയുള്ള ഒരു വിജയം. ഈ ഇന്ത്യയും പാകിസ്ഥാനുള്ള സംഘർഷത്തിൽ ഇന്ത്യക്ക് ഒരു വൻ വിജയം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇത് യുദ്ധം പാകിസ്ഥാനെതിരെ ആയിരുന്നില്ല. നമ്മൾ പ്രഖ്യാപിച്ച യുദ്ധം തീവ്രവാദിക്കെതിരെയായിരുന്നു. സോ അതിന് വിജയത്തിന്റെ പല ഘടികൾ ഇതിന് കാണാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ വിജയം, നമ്മുടെ രാജ്യം ഗവൺമെന്റ് തലത്തിൽ എന്ത് തീരുമാനം എടുത്താലും അത് നടപ്പാക്കാനുള്ള ഒരു കരുത്ത് രാജ്യത്തിനുണ്ട് എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, നമ്മൾ കാണിച്ചു കഴിഞ്ഞു. എടുത്ത തീരുമാനം നടപ്പാനുള്ള കഴിവുണ്ട് എന്ന കാര്യം വി ഹാവ് പ്രൂവ് ടു ദി വേൾഡ് ദാറ്റ് വി ആർ കേപ്പബിൾ ഓഫ് ടേക്കിംഗ് ആക്ഷൻസ് ബേസ്ഡ് ഓൺ വാട്ട് വി ഡിസൈഡ്. നമ്പർ 1. മിലിറ്ററി തലത്തിൽ പല വിജയങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, പാകിസ്ഥാനിൽ POKയുടെ വെളിയിലും തീവ്രവാദി കേന്ദ്രങ്ങൾ എവിടെയാണ് എന്ന ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിൻ പോയിന്റഡ് എക്സാക്ട് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ താവളങ്ങളെ ഉദ്ദേശിച്ച് നമുക്ക് മിസൈൽ അറ്റാക്ക് നടത്തിയതും ഡ്രോൺ അറ്റാക്ക് നടത്തിയതും അവരെ നശിപ്പിക്കാൻ കഴിഞ്ഞതും. എത്ര തീവ്രവാദി നേതാക്കളാണ് മരിച്ചത് എന്ന ലിസ്റ്റ് തന്നെ നമ്മൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് തന്നെ കാണിക്കുന്നു that our information, our pinpointed attack was fully successful. Number 1 success. രണ്ടാമത്തെ സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിർത്തി മുഴുവനുള്ള ഒരു ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം, C-400 ഉൾപ്പെടെ മറ്റേ L-70, ഷിൽക്ക ഒക്കെ പല വെപ്പണറി ഉപയോഗിച്ച് ഒരു ഇന്റർലിങ്ക്ഡ് ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ നമ്മുടെ അതിർത്തിയിൽ ഉണ്ടായിരുന്നു. അത് കാരണം പാകിസ്ഥാൻ നടത്തിയ ഒരു ശ്രമവും വിജയിച്ചിട്ടില്ല. They have not been able to reach even a single target. That means air defense system, integrated air defense system 100% successful ആയിരുന്നു എന്നതാണ് രണ്ടാമത്തെ വിജയം. മൂന്നാമത്തെ വിജയം, അവർ എന്ത് അടിക്കുന്നോ അതിന് 10 മെറിറ്റായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. സീസ്ഫയർ വയലേഷൻ, ദേ ബ്രോക്ക് ദി സീസ്ഫയർ വിച്ച് വാസ് ഇൻ വർക്ക്. അവർ ഷെല്ലാക്രമണം നടത്തി. അതിനും ഇരട്ടിയും 10 ഇരട്ടിയായിട്ടുള്ള ഷെല്ലാക്രമണം നമ്മൾ അവർക്ക് നടത്തിയിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ വിജയം. നാലാമത്തെ വിജയം എന്ന് വെച്ചാൽ, ഈ നമ്മൾ യുദ്ധം ചെയ്യാതെ തന്നെ അവർ നമ്മളുടെ യാചിക്കുകയാണ്, ഒരു സീസ്ഫയർ തരിക, വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ഫൈറ്റ് എ ഫുൾ ഫ്ലെഷ് വാർ. അത് നമ്മളോട് യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വലിയ ഒരു ശക്തിയായ ഇന്ത്യ, വിശ്വഗുരു ആവാനുള്ള ക്ഷമതയുള്ള ഒരു ഇന്ത്യ നമ്മൾ നോക്കിയത് ഒരു പീസാണ്. നമ്മുടെ ശാന്തി, ലോകത്തൊരു ശാന്തി വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ സീസ് ഫയറിന് നമ്മൾ ഒരു വിത്ത് എ ക്ലോസ് ദാറ്റ് ഇഫ് യു സ്ട്രൈക്ക് അഗെയിൻ, ഇഫ് യു ഡു എനി ടെററിസ്റ്റ് അറ്റാക്ക് അഗെയിൻ, വി വിൽ ഡിക്ലെയർ വാർ. അത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഈ സീസ് ഫയർ നമ്മൾ സമ്മതിച്ചത്.